നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു സുരക്ഷാ വീഴ്ചയായിരുന്നു ഉമാ തോമസ് MLA സ്റ്റേജിൽ നിന്ന് വീണത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വേദിയിൽ വെച്ച് ഉമാ തോമസ് MLA പറയുകയുണ്ടായി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇവരെ ചികിത്സയ്ക്ക് കൊണ്ടുപോയ സമയത്ത് എണ്ണത്തോണിയിൽ കിടത്തിയാണ് ചികിത്സിച്ചതെന്ന്. ആ സമയത്ത് ഇത് വലിയ വിവാദമായിരുന്നു, പത്രങ്ങളിലൊക്കെ വന്നു. കാരണം മോഡേൺ മെഡിസിൻ ചികിത്സിക്കേണ്ട സ്ഥലത്താണ് എണ്ണത്തോണിയിൽ വെച്ച് ഒരു രോഗിയെ ചികിത്സിക്കുന്നത്. അത് ഇത്രയും ഒരു നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന ഒരാളാണ്. അവർ പൊതുവേദിയിൽ വെച്ച് പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഞെട്ടിയോ? ഇല്ല, ഞെട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് മോഡേൺ ഹോസ്പിറ്റലുകളിൽ ആയുർവേദ വിഭാഗമുണ്ട്. അത് ആസ്റ്ററിൽ ഉണ്ട്, അപ്പോളോയിലുണ്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിംഹാൻസിൽ വരെ ഉണ്ട്. അപ്പോൾ ഒരു ചില ഡോക്ടേഴ്സിനാണ് ആയുർവേദത്തിനോട് ഒരു ചെറിയൊരു വിരോധം ഉള്ളത്. പക്ഷെ പൊതുവായി മിക്ക ഡോക്ടേഴ്സിനും, മിക്ക മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിനും ആയുർവേദത്തിനോട് ഒരു പ്രതിപത്തി തന്നെയാണുള്ളത്. പിന്നെ എണ്ണത്തോണി എന്നുള്ളത് ശരിക്കും ഒരു ബേസ് മാത്രമുണ്ട്, കിടക്കാനുള്ള സ്ഥലം. പിന്നെ നമ്മുടെ ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിൽ ഇപ്പൊ ധാര പോലത്തെ ചികിത്സകൾ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടും കൂടി ഒരു ഉണ്ടാക്കിയ ഒരു ട്രീറ്റ്മെന്റ് ടേബിളാണ് എണ്ണത്തോണി. അപ്പൊ അത് ഒബ്വിയസ്ലി അത് നമുക്ക്, കാരണം കേരളത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ഞെട്ടൽ എന്നുള്ളതിനെക്കാട്ടിലും ഓ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ശരിക്കും വന്നത്. അത് വലിയ കുഴപ്പമില്ല. അല്ല, ആ സമയത്ത് ഇത് ഒരുപാട് പേര് എതിർത്തിരുന്നു, അതാണ് ചോദിച്ചത്. അതെല്ലാവരും നമ്മളത് പ്രതീക്ഷിക്കണമല്ലോ. കാരണം വലിയൊരു ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ് കേരളം. അതായത് മോഡേൺ മെഡിസിനും ആയുർവേദവും തമ്മിൽ വലിയൊരു ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശക്തമായിട്ടുള്ള മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണേഴ്സും അതേപോലെ ശക്തരായിട്ടുള്ള ആയുർവേദ ഡോക്ടേഴ്സും തമ്മിൽ എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി വിവാദമാക്കാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ ഉണ്ട്. നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം.